എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് വേഴ്സസ് അല്ലെങ്കിൽ എഞ്ചിൻ വേഴ്സസ് ഗിയർ ബോക്സ് റേഷ്യോ ആണ്. യൂസ്ഡ് കാർസ് നോക്കുന്നവർക്ക് ഈ ഒരു 1.5 ഡീസൽ നോക്കി മേടിക്കാൻ ധൈര്യമായിട്ട് പറ്റുമോ? ഫീച്ചർ വൈസ് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്ന് 6 എയർ ബാഗ്സ് ഉണ്ട്. അതിനും ഉപരിയായിട്ട് ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വണ്ടി ഫുള്ള് ലൈറ്റും എല്ലാം ഓണാന്ന് വിചാരിക്കും വണ്ടീൻ്റെ ഉള്ളിൽ. നെക്സോൺ ലേഡീസിന് കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ള ഒരു വണ്ടിയാണ്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഒബ്വിയസ്ലി റോഡിൽ നോക്കി ഓടിക്കുന്നതിനാലും കൂടുതൽ ക്ലസ്റ്ററിൽ നോക്കി ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് വണ്ടി എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കിയയുടെ സോണറ്റ് ആണ്. കിയ സോണറ്റ് GT ലൈൻ ഡീസലാണ്, അതായത് ഡീസലിൻ്റെ ടോപ്പ് മോഡൽ എന്ന് പറയാം. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും അഫോർഡബിൾ അല്ലെങ്കിൽ ഏറ്റവും ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഡ്രൈവ് കംഫർട്ടുള്ള ബെറ്റർ എഞ്ചിനുള്ളൊരു വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻസിൽ ഒരു ബെറ്റർ എഞ്ചിനാണ് ഈ ഡീസൽ എഞ്ചിൻസ് എന്ന് പറയുന്നത്. കാരണം ഹ്യുണ്ടായി കിയയുടെയൊക്കെ 1.5 ഡീസൽ എഞ്ചിൻ നല്ല ഫാൻ ബേസ് ഉള്ള ഡീസൽ എഞ്ചിനാണ്. ഞാനും അതിൻ്റെ ഒരു ഫാനാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വെന്യൂ ഡീസൽ ഞാൻ യൂസ് ചെയ്യുമ്പോഴും അത് മാനുവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ കിയയ്ക്ക് അത് ഓട്ടോമാറ്റിക്സിൽ അവൈലബിൾ ആയതുകൊണ്ട് ആ ഒരു കൺവീനിയൻസും കിട്ടും. സോ ഇതിൻ്റെ ഒരു ലോങ് ടേം യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വണ്ടി എന്തുമാത്രം എഫിഷ്യൻ്റ് ആണെന്നുള്ളതും ഒരു വണ്ടി പ്രാന്തരം തന്നെയാണ് ആൾ. അതാണ് നമുക്ക് ഇതിലെ അഡ്വാൻറ്റേജ്. നമുക്ക് കിയ സോണറ്റിനെ പറ്റി മാത്രമല്ല പല വണ്ടികളെ പറ്റിയും നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഉണ്ടാകേണ്ട കോൺസെപ്റ്റ്സും അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോ അറിയാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ അധികം ഇൻട്രോ പറഞ്ഞ് നീട്ടുന്നില്ല. ഓക്കെ, സോ കിയ സോണറ്റ് GT ലൈൻ്റെ ഓണർ ഇതാണ്. ഹായ് ബ്രോ. ഹായ്, വെൽക്കം ടു ചാനൽ. താങ്ക് യു. മാനുവൽ എന്നാണ് ബ്രോയുടെ പേര്. ബ്രോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. എൻ്റെ പേര് മാനുവൽ എന്നാണ്. ഞാനൊരു പ്രൊഫഷൻ വൈസ് ഞാനൊരു മാർക്കറ്റ് റിസർച്ചറാണ്. കൺസ്യൂമർ ഇൻസൈറ്റ്സ് എന്ന് പറയാം ഫീൽഡിനെ കുറിച്ച്. പിന്നെ അത് ഇപ്പം ചെയ്യുന്നു. ഫ്രീലാൻസ് ആയിട്ട് ആ വർക്ക് നടക്കുന്നുണ്ട്. കൂടെ ഒരു ചെറിയൊരു ഫുഡിൻ്റെ ഒരു ബിസിനസ്സും അതിൻ്റെ കൂടെ പാരലലി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. ഇപ്പം ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്തു. അതിപ്പം നമ്മൾ അതിൻ്റെ ഒരു പരിപാടി രണ്ടാണ്. ഗ്രൈൻഡ് ഫ്രഷ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഇപ്പം നമ്മൾ പുറത്തേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റ്, എക്സ്പോർട്ട് മാർക്കറ്റാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനത് കൂടുതൽ പറയാറില്ല, ഇത് ആദ്യമായിട്ടാണ് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ഇപ്പം തന്നെ ചെയ്യല്ല, പിന്നെ മറന്നു. ഇത്ര നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്ര യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 80K ഫാമിലി ആയി. ഏതായാലും താങ്ക് യു സോ മച്ച്. 80K ആക്കിയതിന് നമുക്ക് 100K വേഗം ആക്കണം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക. നമുക്ക് കിയ സോണറ്റിലേക്ക് വരാം. കിയ സോണറ്റ് ഡീസൽ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് നമുക്ക് ആദ്യം ചോദിക്കാം. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതിന് മുന്നേ മേ ബി എൻ്റെ പഴയ വണ്ടി എക്സ്പീരിയൻസും കൂടെ പറയേണ്ടത്. എനിക്ക് ഇതിപ്പം വീട്ടിൽ പണ്ട് വണ്ടികളുണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ 800 ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഫാദർ ഒരു റിറ്റ്സ് പെട്രോൾ മാനുവൽ എടുത്തു. അത് ഇറങ്ങിയ പാടെ എടുത്തതാണ്. ഇറങ്ങിയ ആ സമയത്ത് തന്നെ വണ്ടി എടുത്തതാണ്. അത് ഓൾമോസ്റ്റ് ഒരു 13 കൊല്ലം വണ്ടി ഉപയോഗിച്ചു. അതിനകത്തൊരു ആദ്യം പോലെ വണ്ടി ഓടിക്കുമായിരുന്നു. മേ ബി ഒരു അവസാനത്തെ ഒരു 4 കൊല്ലം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കയ്യിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. ഫാദർ ഒരു ബ്രസ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ വണ്ടി എടുത്തു. എന്നിട്ട് അതായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വണ്ടി. അപ്പോൾ അതിൻ്റെ റിറ്റ്സിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് അല്ലെങ്കിൽ ട്രാവൽ കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട്, അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി, ഒരു ബോഡീൻ്റെ ഒരു ഹെഫ്റ്റി ഫീല്, അത് എനിക്കെന്നാ ചെറിയ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള വണ്ടികൾ റിറ്റ്സ് തന്നെയാണ്. ഇപ്പം അല്ലെങ്കിൽ പഴയൊരു i20 ആയിരിക്കണം ബാക്കി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒബ്വിയസ്ലി അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്തെ എനിക്ക് അതുപോലെ തന്നെ ഒരു കംഫർട്ടുള്ള അത്രയും സ്റ്റെബിലിറ്റി ഉള്ള സേഫ്റ്റിയും കൂടെ തരുന്നൊരു വണ്ടി വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. മാരുതിയുടെ വണ്ടികളിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ളത് റിറ്റ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഒരു അങ്ങനെ തന്നെ ബിൽഡ് ചെയ്തൊരു വണ്ടിയാണ് യൂറോപ്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ട്. അപ്പം അന്ന് അതിങ്ങനെ വണ്ടികൾ അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്തെ ഒബ്വിയസ്ലി SUV, ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് ഫസ്റ്റ് അപ്ഗ്രേഡ് ആയിട്ട് മനസ്സിൽ വന്നത്. ഞാൻ അത്രയൊരു സെഡാൻ ഫാൻ അല്ല. സെഡാനിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പരതി അവസാനം ഒരു അപ്പം എനിക്ക് അന്ന് ഓട്ടം കുറവാണെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഞാനൊരു നെക്സോൺ എടുത്തു. നെക്സോൺ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. കാരണം എൻ്റെ വൈഫിനും അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് കല്യാണം കഴിഞ്ഞ സമയത്താണ്ട് ഞാനൊരു നെക്സോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഒരു ഡാർക്ക് എഡിഷൻ പെട്രോൾ ഓട്ടോമാറ്റിക്. അപ്പം അത് സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. പക്ഷേ ഫ്രഷ് ഒരു 3500 കിലോമീറ്ററിൽ ആ ഒരു ഓണർക്ക് ഒരു ഇത് വന്നപ്പോൾ ഞാൻ വണ്ടി എടുത്തതാണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ ക്ലീൻ ആയിരുന്നു. പുതിയ വണ്ടി തന്നെ. അത് 3500 ഓടിച്ചിട്ടില്ല വണ്ടി. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടിയ വണ്ടിയാണ്. അത്യാവശ്യം ആക്സസറീസ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടീൻ്റെ മുകളിൽ. അപ്പം അതങ്ങനെ നോക്കി ആ വണ്ടി എടുത്തു. നെക്സോൺ എടുത്ത് എല്ലാവരും പറഞ്ഞ ടാറ്റ കുറ്റം പറയല്ല, എങ്കിലും എന്റെ വീഡിയോയിൽ ടാറ്റ കുറ്റം പറയാനായിട്ട് ചെയ്യുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസ് പറയാം. അതെ, കാരണം ഞാൻ അത്രയും സ്നേഹിച്ചെടുത്ത വണ്ടിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഫീൽഡ് ഓട്ടോമൊബൈൽ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ തന്നെ വണ്ടികൾ നോക്കി എടുത്തതാണ്. അപ്പം പലരും ടാറ്റേൻ്റെ ഇതൊക്കെ നെഗറ്റീവ്സ് പറയുമ്പോൾ നമുക്കത് വരില്ല, അത് എല്ലാവരും ചുമ്മാ പറയുന്നതാണെന്നുള്ള ഇതിനകത്ത് ഞാനും എടുത്തു.
ഒരു കൊല്ലം കൊണ്ട് ഒരു 10-18,000 കിലോമീറ്റർ വണ്ടി ഓടി. പക്ഷേ പാരലി പതുക്കെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി വണ്ടീൻ്റെ ഉള്ളിൽ. അവിടെയാണ് പിന്നെ നമുക്കൊരു ഇഷ്യൂ വരാൻ തുടങ്ങിയത്. പലപ്പോഴും വാർണിംഗ് ലൈറ്റ്സ് വന്ന്, അതായത് റോഡിൽ നോക്കി ഓടിക്കുന്നതിനാലും കൂടുതൽ ക്ലസ്റ്ററിൽ നോക്കി ഓടിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് വണ്ടി എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ പിന്നെ സർവീസിൻ്റെ ആണെങ്കിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളിപ്പം സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാലും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് നമുക്ക് കിട്ടുന്നില്ല ഒരിക്കലും. എന്താണ് ഇഷ്യൂ, എന്ത് മാറ്റണം, എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളൊരു ഇത് വരുന്നില്ല. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്ററും കൂടെ ചെറിയൊരു ഇഷ്യൂ വന്നു. അത് ജസ്റ്റ് വണ്ടി ഈ പറയുന്ന പോലെ അതായത് ശരിക്കും പുക വന്ന് ഞാൻ വണ്ടി കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചാണ്. നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ബാറ്ററി ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് വണ്ടിക്കൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ആൾട്ടർനേറ്റർ കത്തുകയാണ്, ശരിക്കും പറഞ്ഞാൽ ബേൺ ആവുകയാണ് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അത് വന്നതോടുകൂടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും ലോങ് ട്രാവൽ ചെയ്യുന്ന ആളാണ്, നൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഡിപ്പെൻഡൻസി വേണം എപ്പോഴും വണ്ടീൻ്റെ മുകളിൽ. സേഫ്റ്റി ബോഡി ക്വാളിറ്റിയിൽ മാത്രം പോരാ. അതിനകത്ത് ടാറ്റയുടെ ചില ഇതെന്ന് വെച്ചാൽ ഞാൻ ആ വണ്ടി വിൽക്കാൻ നേരത്തെ കാണുന്നത് പഞ്ചിങ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ബീഡിങ്ങിലുള്ള പഞ്ചിങ് ഒക്കെ, ഡോറിൻ്റെ പഞ്ചിങ് ഒക്കെ, അതൊക്കെ ഒരു കമ്പനിയിൽ നിന്ന് വരുമ്പം കറക്റ്റ് എന്താ ഒരേ ഡിസ്റ്റൻസിലായിരിക്കണം, ഒരേ ഇതിനകത്തായിരിക്കണം. ഇത് നമ്മൾ നോക്കി കരഞ്ഞു ശരിക്കും പറയാം. നമ്മൾ വണ്ടി ഇടിച്ച് മറിഞ്ഞ് പൊളിഞ്ഞൊരു വണ്ടി പോലെ. അത് എല്ലാ ഡോർ ബീഡിങ്സ് അതുപോലെയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് സർവീസിൻ്റെ ഇഷ്യൂ അല്ല, അത് ആ ചേഞ്ച് ഹാസ് ടു കം ഫ്രം ദ ടാറ്റ. അതങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഭവമായിരിക്കും. അങ്ങനെയാണ് ഈ ഇതിനകത്തേക്ക് വരുന്നത്, സോണറ്റിലേക്ക്. അത് കൊടുക്കാനുള്ള പ്ലാൻ ഇട്ടപ്പം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ വണ്ടിയായിരുന്നു. ഇതും സെക്കൻഡ് എടുത്തതാണ്. പക്ഷെ വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ വണ്ടി ഞാൻ എടുക്കാൻ നേരത്ത്. നീറ്റ്ലി മെയിൻറ്റെയിൻഡ് സർക്കിളുള്ള വണ്ടിയാണ്. പുള്ളി അങ്ങനെ പുറത്തേക്ക് പോകാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പം കോൺടാക്ട് വന്ന് ഞങ്ങൾ അങ്ങനെ എടുത്തേ വണ്ടി. ഇതിപ്പോൾ എടുത്തിട്ടൊരു 1 കൊല്ലം കഴിഞ്ഞു. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, GT ലൈൻ. അതായത് ഇതിന് മുകളിൽ X ലൈൻ ആണുള്ളത്. പക്ഷേ GT ലൈൻ ഓൾമോസ്റ്റ് ടോപ്പ് എൻഡ് തന്നെയാണ്. ഫീച്ചർ വൈസ് ആണെങ്കിലും എല്ലാം ടോപ്പ് എൻഡ്. വണ്ടിപ്രാന്തനായ മാനുവൽ എന്തുകൊണ്ട് ഓട്ടോമാറ്റിക് എടുത്തു? ഗുഡ് ക്വസ്റ്റ്യൻ. അത് എന്നോട് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, വൈഫും കൂടെ ഓടിക്കുക എന്നുള്ളൊരു ഇതിനകത്താണ്. അപ്പം വൈഫിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഓട്ടോമാറ്റിക് ഓടിക്കാനാണ്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് എടുത്തത്. ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ഐ വുഡ് ഹാവ് ഗോൺ ഫോർ എന്താ പറയുന്നത് മാനുവൽ തന്നെ എടുത്താനേ വേണമെങ്കിൽ. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ട്രാഫിക്കിനൊക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇതാണ്. നമ്മൾ മാനുവൽ ആണെങ്കിലും എത്ര പ്രാവശ്യം നമ്മൾ ഗിയർ മാറ്റും ഒരിടത്ത്. അപ്പം അതിൻ്റെ ഇത് പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കയ്യിലുണ്ട് മാനുവൽ വണ്ടികൾ. അതും ഇപ്പോഴും ഇടയ്ക്കൊക്കെ എടുത്ത് ഓടിക്കുക, ഈ പറഞ്ഞ പോലെ കൊതിയൊക്കെ തോന്നുമ്പോൾ. അല്ലെങ്കിൽ കൂടുതലും ഓട്ടോമാറ്റിക് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത് GT ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10-20,000 കിലോമീറ്റർ മുകളിൽ ഞാൻ വണ്ടി ഓടി 1 കൊല്ലം കൊണ്ട്. ഇപ്പം ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ എൻജിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് 1.5 സെയിം ക്രെറ്റയിൽ ഉപയോഗിക്കുന്ന സെയിം ഡീസൽ എൻജിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഗിയർ ബോക്സ് ടോർക്ക് കൺവേർട്ടർ ആണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ഒരു കംഫർട്ട്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് വേഴ്സസ് അല്ലെങ്കിൽ എഞ്ചിൻ വേഴ്സസ് ഗിയർ ബോക്സ് റേഷ്യോ ആണ്. അതായത് അതൊരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന പോലെ. കാരണം ഇത് സ്റ്റാർട്ടാക്കി നോക്കുമ്പോൾ അറിയാം, ഒരു ഡീസലിൻ്റെ സൗണ്ട് ഒന്നുമില്ല വണ്ടിക്ക്. പെട്ടെന്ന് ഒരാൾ കാണും പെട്രോൾ എന്ന് മാത്രമേ പറയുള്ളൂ, അത്രയും സൈലൻ്റ് ആണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലൊരു DSG ഡീസൽ റാപ്പിഡ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ മാറി ഓടിക്കുന്നത് അറിയാലോ, അത്രയും സ്പോട്ടി ആയിട്ടുള്ള അത്രയും അഗ്രസീവ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും പറയും, ഇപ്പം നമ്മളൊരു എന്താ പറയുന്നത് ഹൈവേയിലൊക്കെ കയറുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും അടിപൊളി വണ്ടി, ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. പക്ഷേ നമ്മളൊരു ഗാർഡ് സെഷനിൽ പോവുക, കുറച്ച് സിറ്റി ഡ്രൈവ്സ് മിക്സ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഗിയർ മറ്റേ മാറുന്ന പോലെ DSG മാറില്ല. അത് കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യും എപ്പോഴും. അത് കുറച്ചും കൂടെ RPM ഒന്ന് മുകളിൽ കയറിയിട്ട് ഗിയർ പുഷാവാൻ തുടങ്ങുള്ളൂ, പെർഫോമൻസ് ഫോക്കസ്ഡ് ആയതുകൊണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് കുറേയും കൂടെ നമുക്ക് കൺട്രോളിൽ നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ സാധാരണ ഡീസലിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ കണ്ടത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാനുവൽ ഡീസൽ ആണെങ്കിൽ ഇതിൻ്റെ RPM ഒരു 2 കഴിയുമ്പോഴത്തേന് ഇത് ടർബോ കിക്കിങ് ചെയ്യും വല്ലാണ്ട്. അപ്പം ഇമ്മൻസ് പെട്ടെന്നുള്ള പവർ കയറും വണ്ടിക്ക്. ഇത് പക്ഷെ കുറേ കൂടെ ലീനിയേർഡ് ആണ് ശരിക്കും. എന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് പവർ കിട്ടുക, വരാണ്ട്. അപ്പം നമ്മൾ മാനുവൽ ഇങ്ങനെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അപ്പം മാനുവലൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് പവർ ബാക്കിയുണ്ട് വണ്ടി. ഇത് കയറി പോയിട്ട് അവിടെ നിൽക്കില്ല, പിന്നെയും നമുക്ക് മുന്നോട്ട് പുഷ് ചെയ്യാനുള്ള ഒരു പവർ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത്. വെച്ചാൽ ഡ്രൈവിനകത്ത് ക്യാരക്ടർ വൈസ് പറയുകയാണെങ്കിൽ. പിന്നെ ബിയോണ്ട് ദാറ്റ് ഇതിന്റെ ഫീച്ചേഴ്സ് അറിയാലോ. ഇപ്പം കിയ ആണ് ഈ പറയുന്ന പോലെ, അതിനെക്കുറിച്ച് ഒരു കമന്റ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഫീച്ചേഴ്സിനെ പരിചയപ്പെടുത്തിയത് തന്നെ കിയ വേണമെങ്കിൽ പറയാം. അതെ. അപ്പം ഒരുപാട് അത്യാവശ്യം നല്ല ഫീച്ചറുകളാണ്. പിന്നെ ഇതിനകത്ത് വേറെ സംഭവം ഞങ്ങൾ ഇപ്പം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രമല്ല, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇത്. അത് പ്രത്യേകിച്ച് ടാറ്റന്ന് വന്നുകൊണ്ടായിരിക്കും, മേ ബി നെക്സ്റ്റ് വന്നുകൊണ്ടായിരിക്കും. വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു കസ്റ്റമറുടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം ഇത് പറയുന്ന പോലെ വണ്ടി ഒരിത്തിരി വെയിറ്റ് കുറവാണ്. ആ ഒരു ബോഡി വെയിറ്റിൻ്റെ ഒരു കൺസേൺസ് പലപ്പോഴും
ഡ്രൈവിൽ തോന്നിയിട്ടുണ്ട്. നെക്സോൺ നല്ല ബോഡി വെയിറ്റ് ഫീൽ ചെയ്തിട്ട് ഉണ്ട്. അതായത് നെക്സോണിൽ ഇപ്പം നമ്മൾ ലോങ് കേരളത്തിന് പുറത്ത് ഒബിയസ്ലി കേരളത്തിൽ ആ സ്പീഡ് പോകാൻ പറ്റാത്തതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു 160 ഒക്കെ കയറിയാലും നെക്സോൺ ഭയങ്കര സ്റ്റേബിൾ ആണ് റോഡിൽ. അതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും അതിനനുസരിച്ച് ഇത് ചെയ്യും. സ്റ്റിയറിംഗ് ആണെങ്കിലും കുറച്ചുകൂടെ ഹാർഡാണ്. കിയൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു 140 മുകളിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം വണ്ടി. അത് കയറിയിട്ടുണ്ട് വണ്ടി ഒരു നല്ല അതിനൊക്കെ എത്രയോ മുകളിൽ കയറുന്നു വണ്ടി. പിന്നെയും ബാക്കിയുണ്ട് പവർ കയറാൻ വേണ്ടിയിട്ട് 170 180 കയറാനുള്ളതുണ്ട്. പക്ഷേ അത്രയും കയറും വണ്ടി കയറുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ 140 150 മുകളിൽ വണ്ടി നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഒന്ന് കയ്യിൽ നിന്ന് പോയാൽ ചിലപ്പോൾ വണ്ടി പാളിപ്പോകുന്ന ഇതിന് നമുക്ക് ഫീൽ ഉണ്ടാവും ഇപ്പോഴും. പിന്നെ ഇപ്പം ഗാർഡ് സെഷനിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ റോഡുകളാണ്. അത് ചെറിയ കേർവി റോഡ്സിലൊക്കെ ഇതിൻ്റെ ആ ഗിയർ കറക്റ്റായിട്ട് ഡൗൺ വന്ന് കയറി ഓവർടേക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ല സുഖം. പക്ഷെ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വണ്ടി ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് വണ്ടി ഓടിച്ചാൽ ചിലപ്പം കയ്യിൽ പോകും. സെഡാനൊക്കെ പോലെ നോക്കരുത്, ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷെ ബാക്കി ഇതിനകത്തൊക്കെ വണ്ടി ഭയങ്കര ഹാപ്പിയാണ്. വേറെ ഞാൻ പറഞ്ഞില്ല വെന്യൂ എൻ്റെ ഫ്രണ്ടിന്റെ യൂസ് ചെയ്യുന്ന ഡീസൽ അതിനകത്ത് ഈ 140 വരെയൊക്കെ സ്റ്റെബിലിറ്റി ബാംഗ്ലൂർ പോയി വരുമ്പോൾ 140 150 വരെയൊക്കെ കുഴപ്പമൊന്നും തോന്നിയില്ല. അതിനപ്പുറത്തോട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഇത് തോന്നുന്നു അല്ലേ? ആ ഒരു അത്ര സ്റ്റിയറിംഗ് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ലൈറ്റ് ആണ് സ്റ്റിയറിംഗ്. അത് ഓവർ ലൈറ്റ് ആണോ? കുറച്ചൊരു ഓവർ ലൈറ്റ്. അതായത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നെക്സോൺ ഇപ്പം ഈ പറഞ്ഞ റാപ്പിഡ് ഇതുപോലത്തെ വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ ഡിഫറൻസ് മനസ്സിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈവേയിലൊക്കെ പോയി അല്ലെങ്കിൽ ചെറിയ റോഡിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് വെട്ടി വണ്ടി വെട്ടണമെങ്കിൽ വെട്ടും. അപ്പം നമുക്ക് തന്നെ ഒരു ഇതുണ്ടോ വണ്ടി എന്നിട്ട് ഇത്രയും വെട്ടിയെന്നുള്ളത്. അത് ലൈറ്റാണ്, ഭയങ്കര ലൈറ്റാണ് വണ്ടി. ഒരു എന്താ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള വണ്ടിയാണിത്. ഭയങ്കര ഡെലിക്കേറ്റഡ് ലൈറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ എന്നാൽ നമുക്ക് വേണ്ട സംഭവങ്ങളും ക്യാരക്ടറൊക്കെ ഉണ്ട്. കയറേണ്ടപ്പം കയറി പോവും. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനകത്ത്. എഫിഷ്യൻസി ഉണ്ട്. എഫിഷ്യൻസി ഇപ്പം പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ 2022 ഒക്കെ മാനുവലിന് കിട്ടുന്നുണ്ട്. മാനുവലിന് കുറേ കൂടെ കിട്ടും. ടോർക്ക് കൺവേർട്ടർ ആയതുകൊണ്ട് കുറച്ചും കൂടെ കുടിക്കും. പക്ഷേ MID എനിക്ക് 2022 കാണിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ടാങ്ക് ടു ടാങ്ക് മെത്തേഡാണ്. കാരണം അതാണ് മീൻസ് ഈ ലോങ് ഡ്രൈവ് പോകുമ്പോഴാണോ? അതെ വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ ഇപ്പം മേ ബി ടൗണിലെ ഓട്ടത്തിനൊക്കെ ആണെങ്കിൽ 12-13 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ കണ്ണൂരിൽ നിന്നൊക്കെ വരും. ഞാൻ പറഞ്ഞ ടൗണിന്റെ ടിപ്പിക്കൽ മാത്രം ടൗണിന്റെ ഉള്ളിൽ മാത്രം. ഇപ്പം ലോങ് ഒരു ഇപ്പം ഞാൻ കണ്ണൂരാണ് എൻ്റെ വീട്. അപ്പം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് 16-18 വരെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ പതുക്കെ ഓടിച്ച ആ ഒരു ഓവർ റവ് ചെയ്യാണ്ട് കാണിക്കുന്നത് കൊണ്ടുമാണ്. കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തിരുന്നു. അതപ്പം ടാങ്ക് ടു ടാങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് എനിക്ക് തോന്നുന്നു 19 മൈലേജ്. അതും ഒരുവിധം ഞാൻ അത്യാവശ്യം കാല് കൊടുത്ത് കയറി പോകുന്നതാണ്. എങ്കിലും കുഴപ്പം എനിക്കൊരു 19. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ലൈറ്റ് ത്രോട്ടിൽ യൂസർ അല്ല. ലൈറ്റ് ത്രോട്ടിൽ യൂസർ അല്ല. ഓടിക്കും അങ്ങനെ, പക്ഷെ എപ്പോഴും അങ്ങനെയല്ല. പൊതുവെ അങ്ങനെയല്ല ഓടിക്കാറ്. അപ്പം ഒരു ടാങ്ക് ടു ടാങ്കിൽ എനിക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു ടിപ്പിക്കൽ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ നിന്ന് 13-14 മുതൽ 19 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ലോങ്ങിലൊക്കെ. ആണ് മൈലേജ് അതിൻ്റെ കാര്യത്തിലൊക്കെ വെച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പം പണ്ട് റിറ്റ്സ് ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു 15-16 കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. ഒരു മേ ബി 13 മുകളിലേക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് ലോങ്ങിലാണെങ്കിലും ഇതിനകത്തൊക്കെ ആയിട്ട്. നെക്സോൺ വളരെ കുറവായിരുന്നു. കാരണം അത് ഇതാണ് ടർബോ എഞ്ചിനും കൂടെ ആയിരുന്നുകൊണ്ട് കാല് കൊടുത്താൽ പോയി മൈലേജ് ഒരു 10-15 കൂടുതൽ കിട്ടുകയില്ല. MID കാണിച്ചിട്ടുണ്ട് 22-24 ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് 14. അത് അത്രയും ലൈറ്റായിട്ട് ഞാൻ അത്രയും മാനേജ് ചെയ്ത് ഓടിച്ചിട്ട് ലൈറ്റ് ഫുട്ട് ചെയ്തിട്ട് എനിക്ക് 14.5 കൂടുതൽ കിട്ടിയിട്ടില്ല. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഞാൻ മൈലേജിൻ്റെ കാര്യത്തിലേക്ക് ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഫീച്ചർ വൈസ് 1-2 കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു സേഫ്റ്റി മെഷേഴ്സ് 6 എയർ ബാഗ്സ് ഉണ്ട്. അതിന് ഉപരിയായിട്ട് ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വണ്ടി ഫുള്ള് ലൈറ്റും എല്ലാം ഓണാന്ന് വിചാരിക്കാം. വണ്ടീൻ്റെ ഉള്ളിൽ വണ്ടി ലോക്ക് ചെയ്ത് 30 സെക്കൻഡ്സിനുള്ളിൽ വണ്ടി ഫുൾ ഷട്ടാവും. അതൊക്കെ ഭയങ്കര മറന്നുപോയാലോ. അതെ ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഫീച്ചേഴ്സ്. അതുപോലെ ഹാൻഡ് ബ്രേക്ക് വലിക്കുന്നവിടെ ഹെഡ്ലൈറ്റ്സ്, അതായത് ഈ DRLs ഓഫ് ആവുക, അത് നെക്സോണിലില്ല. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഇതിനകത്തില്ല. പക്ഷെ ഞാനത് സ്കോഡയിൽ കണ്ടിട്ടുണ്ട് ആ ഒരു ഫീച്ചർ. ചെറിയ സംഭവങ്ങളിൽ. അതിന്റെ കൂടെ തന്നെ പിന്നെയുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും ബോസിന്റെ ആണിത്. ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ബോസിന്റെ ഇൻഫോ വിത്ത് സബ് വൂഫർ. അതും ഇപ്പം ട്യൂൺ ചെയ്യുന്ന ഇതൊന്നും ഇതല്ല എങ്കിലും എന്റെയൊക്കെ സാധാരണ എക്സ്പെക്ടേഷന് മുകളിലുണ്ട്. അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് എപ്പോഴും പാട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് പാട്ട് കേൾക്കുന്ന ആളാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പറയുന്ന ചെറിയ ചെറിയ ഫീച്ചേഴ്സ്, വെന്റിലേറ്റർ സീറ്റ്സ്,
അങ്ങനെ സംഭവങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളി. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പുതിയ നെക്സോണിലൊക്കെ വരുന്ന പോലെ അല്ലെങ്കിൽ ടൈഗൂണിലൊക്കെ വരുന്ന പോലെ ടച്ച് അല്ല ഇതിൻ്റെ സെൻറ്റർ കൺസോൾസ്. അതൊരു ഭയങ്കര കീ പോയിന്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ വീഡിയോയിലും ലെക്സസിന്റെ യൂസർ കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു അതിനകത്ത് പറഞ്ഞത് ഏറ്റവും അട്രാക്റ്റഡ് ആയത് ഈ കാര്യം അതുകൊണ്ടാണ് ലെക്സസിലോട്ട് വന്നതെന്ന് പറഞ്ഞു. അത് തന്നെ. അതുപോലെ അതൊക്കെ ഫിസിക്കൽ ബട്ടൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്രൈവിൻ്റെ ഇടയ്ക്ക് ഇത് കൺവീനിയൻസ് ആണ്. കാരണം നമ്മളൊരു ഇപ്പം ടൈഗോൺ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട്, വണ്ടി അടിപൊളി വണ്ടിയാണ്, മേ ബി ഒരു അപ്ഗ്രേഡ് ഡീസലും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കുക ആ വണ്ടി. പക്ഷേ നമ്മൾ ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതൊന്നും മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ചെയ്യാം, പക്ഷെ നമ്മൾ റോട്ട് വന്നിട്ട് 2 പ്രാവശ്യം നോക്കണം. അത് നമുക്ക് സ്വിച്ചസ് എവിടെയാണെന്ന് അറിയാം, നമ്മുടെ കാര്യങ്ങൾ നടക്കും. അങ്ങനത്തെ ഇപ്പം പുതിയനാണെങ്കിൽ അവർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കിയയുടെ സൈഡ്, പുതിയ സോണറ്റിലും ഇതിനകത്താണെങ്കിലും മെയിനായിട്ട് അതാണ്. പിന്നെ പോരായ്മ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ പറയുന്ന പോലെ ഒരു സ്റ്റെബിലിറ്റി കൺസേൺ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പോരായ്മകളൊന്നും തോന്നിയിട്ടില്ല ശരിക്കും, പൊതുവേ ഒന്നും തന്നെ ഇല്ല. പിന്നെ വണ്ടി കുറച്ച് ലൈറ്റാണ്. അതായത് ഇപ്പം ഈ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് റാക്ക് സംഭവങ്ങൾ എനിക്കൊന്ന് മാറേണ്ടി വന്നിട്ടുണ്ട്. അത് വാറണ്ടിയിൽ തന്നെ മാറിയതാണ്. പക്ഷെ അത് ടു ഏർലി ടു ഹാപ്പൻ എന്നുള്ള എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഇതുപോലത്തെ ഒരു വണ്ടീൻ്റെ ഉള്ളിൽ. കാരണം കുറച്ചും കൂടെ മുന്നോട്ട് പോകാറുണ്ട്. അത് സംഭവിക്കാം. ഒരു 30 അല്ല, ഒരു 40-ന്റെ ഉള്ളിലാണ് അത് ഫസ്റ്റ് എനിക്ക് ഇത് ചെയ്തു തുടങ്ങി. പിന്നെ ഞാനത് പിന്നെ കിയയുടെ സർവീസിനെ കുറിച്ച് പറയാൻ മാത്രമുണ്ട്. കാരണം പറയാം, തീർച്ചയായിട്ടും പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മാരുതി ഉപയോഗിച്ച ആളാണ്. എൻ്റെ ചേട്ടനടുത്ത് ഫോർഡ് ഇക്കോസ്പോർട്ട് ഉണ്ട്, പിന്നെ ടാറ്റ ഉപയോഗിച്ചിട്ടുണ്ട്. ഒബിയസ്ലി 3 ബ്രാൻഡ്സ്, 4ാമത്തെ ബ്രാൻഡാണ്. പിന്നെ ടൊയോട്ട നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിൻ്റെ അടുത്തൊക്കെ ഉള്ളതും ബാക്കിയുള്ള എല്ലാവരും നമ്മൾ കേൾക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ള കിയയുടെ സർവീസിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും ദ വേ ദ ട്രീറ്റേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഒരു കറക്റ്റായിട്ട് അപ്ഡേറ്റ് തരും. എന്തൊക്കെ മാറി ഒന്നും ഹൈഡ് ചെയ്യില്ല, ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് അവരുടെ. ഞാനിപ്പം ബാംഗ്ലൂർ കാണിച്ചിരുന്നു, JSP കിയ. ഞാൻ ബാംഗ്ലൂരായിരുന്നു ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞാൻ എറണാകുളത്തിന് മാറിയത്. അപ്പോൾ അവിടെ ആണെങ്കിലും പിന്നെ DKH കണ്ണൂർ, കോഴിക്കോട് കണ്ണൂർ ഞാൻ കാണിച്ചു. കണ്ണൂരാണെന്നാണ് ഞാൻ കൂടുതൽ 1-2 കാര്യങ്ങൾ ചെയ്തതൊക്കെ. അവരുടെയൊക്കെയാണെങ്കിലും സർവീസൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ സർവീസ് അഡ്വൈസേഴ്സ് ആണെങ്കിലും കറക്റ്റായിട്ട് എപ്പോഴും റെസ്പോൺസീവാണ്. ഇപ്പം രാത്രിയിലാണെങ്കിലും നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കാൻ പഠിക്കില്ല. അവർക്ക് പേഴ്സണൽ ബന്ധം തോന്നും ഇപ്പോഴും. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംഭവം. പിന്നെ സർവീസ് കോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ വലിയൊരു കോസ്റ്റ് എനിക്ക് തോന്നിയില്ല. കാരണം 10,000-ാണ് സർവീസ് വരുന്നത്. ഒരു റഫ്ലി അറൗണ്ട് ഒരു 8 to 10-ന്റെ ഉള്ളിൽ ഡീസലാണ്. ഇറ്റ്സ് നോർമലാണ് ഞാൻ നോക്കിയിട്ട്. കാരണം എൻ്റെ ബ്രസയ്ക്ക് വരുന്നുണ്ട് ഈ പറഞ്ഞ 6-7 പെട്രോൾ ബ്രസയ്ക്ക്. ഏറ്റവും സർവീസ് കോസ്റ്റ് കുറവുള്ള പണ്ടായിരുന്നു, ഇപ്പോഴല്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലും മീറ്റ് മൈ എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ. കാര്യത്തെ പറ്റി അതോടെ ഉൾപ്പെടുത്തിയാണോ എന്തോ DPF മീൻസ് ആഡ് ബ്ലൂ ഫില്ലിംഗ് കൂടെ കൂട്ടിയിട്ടാണോ ഈ പറഞ്ഞ സർവീസ് കോസ്റ്റ്? ഇതിന് ആഡ് ബ്ലൂ ഇല്ല, ഇത് BS6 ആണ്. പക്ഷെ ഇതിന് ആഡ് ബ്ലൂ ഇല്ല. അപ്പം അതിന് പകരമാണ് DPF ഉള്ളത്. അത് ഒരു ഫിൽട്ടർ ഇത് ചെയ്യുന്നതാണ്. ആ DPF-ന്റെ ഒരു 1-2 പ്രാവശ്യം എനിക്ക് വാണിംഗ് വന്നിരുന്നു. 21 BS6 മുതലാണല്ലോ മറ്റേ ആഡ് ബ്ലൂവും DPF വന്നത്. അപ്പം ആദ്യത്തെ പ്രാവശ്യം അത് വന്നപ്പോഴത്തേനും ഞാനും കുറച്ച് കൺഫ്യൂസ് ചെയ്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ എഞ്ചിൻ വാണിംഗ് ലൈറ്റ് വന്നു. അപ്പോൾ ഒബ്വിയസ്ലി അത് കാരണം ടാറ്റയിൽ വരുന്ന പറഞ്ഞു, ടാറ്റയിലൊക്കെ എഞ്ചിൻ വാണിംഗ് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ്. മൈൻഡ് ചെയ്തില്ല. അപ്പം പിന്നെ അത് കണ്ടപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ഇവരെ വിളിച്ചു. അപ്പോഴും ഇവർ നമ്മളെ കിയ നമ്മളെ ഭയങ്കര ഈസി എന്നാൽ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അവർ പറഞ്ഞു സാർ ഇങ്ങനെ ഓടിച്ചാൽ മതി എന്നിട്ട് പറഞ്ഞ് ഞാൻ അങ്ങനെ ഓടിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പിറ്റേന്ന് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ക്ലിയർ ആയിരുന്നു. ഒരു പ്രാവശ്യം കൂടി വന്നു. അപ്പം പല വീഡിയോയിലും ഇവർ പറയുന്നത് 60-ന്റെ മുകളിൽ വണ്ടി റൺ ചെയ്യാന്നുള്ളതാണ്. കുറേ ദൂരത്തേക്ക് 60-ന്റെ മുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വണ്ടി ഓടിക്കുക. 60 സ്പീഡിന്റെ മുകളിൽ. അപ്പം അത് നമ്മുടെ നാട്ടിൽ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തൊരു സംബന്ധിച്ച് 2ാമത്തെ പ്രാവശ്യം വന്നപ്പം വണ്ടി മാനുവലിലേക്ക് മാറി. എന്നിട്ട് സെക്കൻഡ് ഗിയറിൽ വണ്ടി റേസ് ചെയ്ത് ഒരു 40 ഇതിനകത്ത് ഒരു 5 കിലോമീറ്റേഴ്സ് റൺ ചെയ്ത പാടെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് ശരിക്കും പുഷ് ചെയ്ത് പോവായിരുന്നു. അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ അത് കമ്പനീൻ്റെ ഉള്ളിൽ അവർക്ക് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. അവരുടെ സിസ്റ്റം വെച്ചിട്ട് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് വാണിംഗ് കാണിക്കും, ഇറ്റ്സ് ടൈം ടു എന്താ ക്ലീൻ എന്നുള്ളത്. അന്നേരം വണ്ടി ബോണ്ടൊക്കെ തുറന്ന് അവർ പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ പുഷ് ചെയ്ത് ഉള്ളൂ. പക്ഷെ അതൊരു ഹെഡേക്ക് ആണ്, പഴയ ഡീസൽ വണ്ടി പോലെ അല്ല. ആഡ് ബ്ലൂ ആണ് അത് ഒഴിച്ചു കൊടുത്തത്. ആഡ് ബ്ലൂവും ഒരു ഹെഡേക്ക് ആണ്, ഉപയോഗിക്കുന്നവർ പറയും അത് ഈ പറയുന്ന പോലെ 3000 കിലോമീറ്റർ ഫില്ല് ചെയ്യണം എന്നുള്ളത്. DPF ഒരു ചെറിയ തലവേദനയാണ്, പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പൊതുവെ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ ഇതിന് പുറകിലിരുന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട്, നല്ല കംഫർട്ട് അങ്ങനെ ഇല്ല. ബോഡി റോൾ അങ്ങനെ പറയാൻ മാത്രമേ ഉള്ളതൊന്നും. അതെ, സെഡാനിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇക്കോസ്പോർട്ട് ഞാൻ പറഞ്ഞില്ല ഉപയോഗിക്കുന്ന എൻ്റെ ചേട്ടനുണ്ട്. നമ്മൾ ഒരുപാട് ലോങ് ട്രാവലുള്ള
അതിനേക്കാളും ബോട്ടിലുള്ള ഇത്തിരി കുറവാന്ന് ഞാൻ പറയുള്ളൂ. മേ ബി ആ ഒരു ഹൈറ്റിന്റെ ഡിഫറൻസ് ഒക്കെ ആയിരിക്കും. സ്പോർട്ടിന് കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്റർ ആണ് ബോട്ടികളൊക്കെ. അപ്പം അങ്ങനെ അങ്ങനെ ഒരു വലിയ കൺസേൺസ് വേറെ ഒന്നുമില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ചുമ്മാ മീൻസ് ഓടിച്ച് നടക്കാം, അധികം ടെൻഷൻ ഒന്നും വേണ്ട. പെട്രോൾ ഡീസൽ അടിച്ചാൽ മാത്രം മതി. നോർമൽ പീരിയോഡിക് സർവീസ് ഒക്കെ പ്രോപ്പർ ചെയ്യുക, നോക്കിയാൽ മാത്രം മതി. അത്രയും മാത്രം നോക്കാൻ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒത്തിരി പണ്ട് മാരുതി ഒക്കെ ഇറങ്ങിയതുപോലെ തീർച്ചയായിട്ടും ഇത് സോണറ്റ് അതുപോലെ ഇറങ്ങുന്നുണ്ട്. റോഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ ഒരുപാടുണ്ട്. ഷോറൂംസിൽ പോയാൽ തന്നെ ഡെലിവറി കൊടുക്കുന്നതൊക്കെ ഒരു ദിവസം 10-15 വണ്ടി ഡെലിവറി കൊടുക്കുന്നത് വരെ. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ഞാൻ കണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. അതായത് എനിക്കൊന്ന് ആദ്യം ഇറങ്ങിയ ഒരു 4 കൊല്ലത്തിനോട് 3 ലക്ഷത്തോളം കിയ അവര് ഉണ്ടാക്കിയെന്ന് പറയുന്നു. അതിനകത്ത് ഒരു 2.4 lakhs അവർ ഇന്ത്യയിൽ തന്നെ വിറ്റു, ബാക്കി അവർ എക്സ്പോർട്ട് ചെയ്യുന്ന പറയുന്നു. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. ഒരു ഇത്രയും പെട്ടെന്ന് ഒരു വണ്ടി ഇത്രയും പുതിയതായിട്ട് വന്ന ഒരു പിന്നെ കാരണം ഇപ്പം കിയ വന്നപ്പോ എനിക്കും ഉണ്ടായിരുന്നു ആദ്യത്തെ നമ്മളിപ്പോ ഈ പറയുന്ന കിയ എടുക്കണം. ഇത് ഇപ്പോഴുള്ള ഈ ഗൾഫുകാരുടെ ഒരു കോൺസെപ്റ്റ് മീൻസ് അവർക്ക് ഇഷ്ടമല്ല കൂടുതൽ പേർക്ക്, എല്ലാവരും വേണ്ടെന്നുള്ളത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു നെക്സോൺ എടുക്കാൻ നേരത്തെ ഈ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാനത് എനിക്ക് ആ ഡിസൈൻ പൊതുവെ ഇപ്പം ഒരു കാറിന് ഒരു വെഹിക്കിളിന് ഒരു ക്യാരക്ടർ ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇല്ല, അത് ഇഷ്ടമല്ലെന്നല്ല, ഞാൻ എന്തെങ്കിലും അതിന്റെ ഹെഡ്ലൈറ്റ് താഴേക്കാണ്. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. വണ്ടി അതിന്റെ ഒരു ടിപ്പിക്കൽ വിത്ത് ആൻ ഐ, ഹെഡ്ലൈറ്റ് യുവർ ഐ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ആ ഒരു വണ്ടി ആ ഒരു ഫുൾ ക്യാരക്ടർ ആയിട്ട് പേഴ്സണാലിറ്റി ആയിട്ട് പോകണമെന്ന് കാണുന്ന ആളാണ്. ഞങ്ങള് ഷൂട്ടിന് മുന്നേ സംസാരിച്ചപ്പോഴാണ് ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, പ്ലാനിങ്ങിൽ ഉണ്ടെന്നൊക്കെ പറയുന്നത്. പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കൊടുത്ത് ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെങ്കിലും ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, അതിന്റെ വർക്കിലാണുള്ളത്, ശ്രമിച്ചു നോക്കാം. അപ്പം അങ്ങനെ അപ്പൊ ആ ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി. നെക്സോൺ എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ഫ്രണ്ട് പഴയതിന്റെ അല്ല, അതായത് ഇപ്പത്തെ അല്ല, ഏറ്റവും ആദ്യത്തെ അല്ല, കറക്റ്റ് രണ്ടാമത് ഇറങ്ങിയ വേർഷൻ ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഇപ്പത്തത് ഒരു ക്യാരക്ടർ ഇറ്റ്സ് ഒരു ഫാമിലി ഡിസൈൻ. അത് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഒരു കേവും നെക്സോണും വരുന്ന കണ്ടപ്പോഴത്തേനും ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആണ്, ഇതിനകത്ത് കേവ് ആണോ നെക്സോൺ ആണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഹാരിയർ ആണെങ്കിലും ഒരു ജൈജാന്റിക് ലുക്ക് ഉണ്ടായിരുന്നു, അത് ഉണ്ട്. പക്ഷെ അപ്പം അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു ഇതായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നി. പിന്നെ ഫീച്ചർ വൈസ് എല്ലാം ഇത് ബാക്കിയുള്ള ഇപ്പൊ വെന്റിലേറ്റഡ് സീറ്റ്സ് അതാണെങ്കിലും ഈ തീർച്ചയായിട്ടും അതെ, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. അത് മിക്കവാറും ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ള, മഴക്കാലത്ത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പം വണ്ടി കയറി അന്നേരം ഞാൻ ഓണാക്കും. ഇതിൽ ഏറ്റവും വലിയ കൺവീനിയൻസ് പറഞ്ഞത് ഇതെല്ലാം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നതാണ്. അതെ. പിന്നെ ഇതിന് കൺഫ്യൂഷൻ ഇല്ല, കാരണം ഈ സ്വിച്ച് ചിലതിന്റെ ആണെങ്കിൽ ഡോറിന്റെ മുകളിലാണ് പിന്നെ സീറ്റിന് സ്വിച്ച് വരിക. അത് പിന്നെ നമുക്കത് എത്രയിലാണുള്ളത്, എവിടെ ഓൺ ആക്കേണ്ടതാണ് ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഇതെല്ലാം മുന്നിൽ തന്നെയാണ് ഫുൾ ഇതിന്റെ ഉള്ളിൽ. പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് നമുക്ക് വണ്ടി മൊത്തം ഇത് ചെയ്യും, നമുക്ക് എല്ലാ ഇൻഫർമേഷനും വേണ്ടതെല്ലാം വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ. ഇൻഫോർടൈൻമെന്റ് ആണെങ്കിലും എല്ലാം, അതല്ലെങ്കിൽ MID ആണെങ്കിലും ഭയങ്കര പ്രോപ്പറാണ്. അതിനകത്ത് ഇൻഫർമേഷൻസ് എല്ലാം സോർട്ടഡ് ആണ്. കുറെ യൂസർ ഫ്രണ്ട്ലി ആണ് വണ്ടി, അതായത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ. കൂടുതലും അതൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് അല്ല. ഇതിന്റെ ബേസ് വേരിയൻസിൽ വരുന്നുണ്ട്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ അത് എനിക്കൊന്ന് HTX ആണെന്ന് തോന്നുന്നു, അത് പെട്രോള് IMT ഉണ്ട്. ഞങ്ങൾ അതിനകത്ത് ഒരുപാട് ട്രാവൽ ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഞാൻ സോണറ്റിലേക്ക് എത്തുന്നത്. സോണറ്റ് അത് എനിക്ക് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നത്, ട്രാവൽ ചെയ്ത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഓടിക്കുകയും ട്രാവൽ ചെയ്ത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ എൻ്റെ ഗിയർ ബോക്സ് പേഴ്സണലി IMTന്റെ ഒരു ഫാൻ അല്ല ഞാൻ, അല്ല. പക്ഷെ അതുപോലെ അതിന്റെ DCT ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വയർലെസ് ഉണ്ട്. സോറി, അത് ഞാൻ പറഞ്ഞു തന്നത്, വയർലെസ് ഇതുണ്ട്. ടോപ്പ് മോഡൽസിലോട്ട് വരുമ്പോൾ വയർലെസ് ഇല്ല. അതെനിക്ക് തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ മോഡൽസിനകത്ത് ഒരുപാട് ഗ്ലിച്ചസ് വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന തന്നെ, ഇപ്പം എൻ്റെ ഫോണാണെങ്കിലും എൻ്റെ ഫ്രണ്ട് ഫോണാണെങ്കിലും കണക്ട് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടാവും. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നു ഇവർ ഹയർ വേരിയൻസിലേക്ക് അതങ്ങ് വേണ്ടാന്ന് വെച്ചത്. വയർഡ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ് ഈ ടൊറൈനിൻ്റെ ആൻഡ്രോയിഡ് വയർലെസ് അഡാപ്റ്റർ. സോ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വയർഡ് ആൻഡ്രോയിഡ് ഓട്ടെ നിങ്ങൾക്ക് വയർലെസ് ആൻഡ്രോയിഡ് ആൻഡ് ആപ്പിൾ കാർപ്ലേ ആയിട്ട് യൂസ് ചെയ്യാം. കൂടാതെ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആയിട്ട് നിങ്ങളുടെ ഇൻഫർടൈൻമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. യൂട്യൂബും നെറ്റ്ഫ്ലിക്സും കൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇഷ്ടംപോലെ ആപ്സ് ഡൗൺലോഡ് ചെയ്യാനും എല്ലാം ഈ ഒരു ഡിവൈസ്, ചെറിയ ഡിവൈസാണ്, കണക്ട് ചെയ്യാനൊരു പാടില്ല. ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. കൂടാതെ എക്സ്ട്രാ ഒരു USB പോർട്ട് ഉണ്ട്. സോ നിങ്ങളുടെ USB പോർട്ട് വേസ്റ്റ് ആവില്ല. ഇത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിക്കുള്ള പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സോ വയർലെസ് ആക്കാനുള്ള ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ ഈ വണ്ടിയിലും യൂസ് ചെയ്ത് നോക്കി. സോ ഇത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിലൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആണ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. സോ ടൊറൈനിൻ്റെ വയർലെസ് അഡാപ്റ്റർ. ഓക്കെ, അതല്ലാതെ വേറെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ?
സൺറൂഫ് ഒക്കെ സൺറൂഫ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും സൺറൂഫ് യൂസ് ചെയ്യുന്ന ഒരു യൂസറിനെ കിട്ടി. അതെ അതെ എനിക്ക് പലരും ആരും യൂസ് ചെയ്യാറില്ല, മീൻസ് ഓപ്പൺ ആക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. എങ്ങനെയുള്ള ഞാൻ പൊതുവേ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാണെങ്കിൽ ഇതിന്റെ മറ്റേ ബാക്കിൽ മാത്രം പൊക്കി വെച്ചിട്ട് ജസ്റ്റ് വണ്ടി ഇപ്പം വണ്ടിയിൽ കയറി എടുക്കുകയാണെങ്കിൽ ബാക്കിൽ മാത്രം പൊക്കുന്നത്, ബാക്ക് മാത്രം ഇത് ചെയ്യുന്നുള്ളൂ. അത് ചെയ്തിട്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ടി തണുക്കും, ചൂട് മുകളിലേക്കേ പോവുള്ളൂ. അപ്പം നമ്മൾ ഗ്ലാസ് താത്തിടുന്നതിനേക്കാൾ എഫക്റ്റീവായി സംഭവം. അത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ വൈകുന്നേരം ആയി കഴിയുമ്പോൾ തന്നെ ഷെയ്ഡ് ചെയ്യാൻ മാറ്റിയിടും. പൊതുവെ രാത്രിയിൽ ഓടിക്കുമ്പോൾ അത് ഓപ്പൺ ആക്കില്ല, ഷെയ്ഡ് മാത്രം, അടിയത്തെ ഷെയ്ഡ് മാത്രം ഓപ്പൺ ആക്കിയിടും. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കണ്ണൂരാണ്, അവിടെ ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ എപ്പോഴും നമ്മൾ കൂർഗിലാണ് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ആ ഒരു സ്ട്രെച്ച് നമുക്ക് എപ്പോഴും കവർ ചെയ്യേണ്ടത്. അപ്പം വൈകുന്നേരം രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ മിക്കവാറും ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഓടിക്കും. ചെറിയ സൺറൂഫാണ്, അതൊക്കെ കയറി വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇല്ലീഗലായിട്ട് ചെയ്യാനും പറ്റില്ല പറയുന്നത്. പക്ഷേ അത് എപ്പോഴും സൺറൂഫ് ഒരു ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പം 58 ആയി വണ്ടി. 68 ഒരു പ്രാവശ്യം മാറി. അതായത് പഴയ ടയർ എനിക്ക് തോന്നുന്നു കമ്പനി വന്നിരുന്നത് സിയറ്റിന്റെ ആണ്. സിയറ്റ് അല്ല, സോറി MRF ആണെന്ന് തോന്നുന്നു. സോറി MRF ആയിരുന്നു. പോരാ ഒബിയസ്ലി OEM ടയറാണ്. അത് എനിക്കൊരു കുറച്ചും കൂടെ ഓടായിരുന്നു. പക്ഷെ അന്നേരത്തേന് ഒരു ചെറിയൊരു ഒരു പാളിച്ച വണ്ടി തോന്നി കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റിയെന്നാണ്. ഇത് ഗുഡിയർ കമ്പനിയിൽ നിന്ന് തന്നെ എടുത്തത്. കാരണം അവർക്കൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇതൊരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പം അന്നേരത്തെ ഇത് കംപ്ലീറ്റ് അവരുടെ അതിനകത്ത് തന്നെ വാറണ്ടിയിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മാറ്റിയത്. അപ്പം അങ്ങനെ മാറ്റിയത്. പിന്നെ മേജറായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഡിസ്കും ഇതും പാഡും എല്ലാം കൂടി ഞാൻ 50,000 മാറ്റി. അതൊരു ചെറിയൊരു വോബ്ലിംഗ് ഉണ്ടായിരുന്നു ഹൈ സ്പീഡിൽ. അപ്പോൾ അത് കുറേ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഡിസ്കിൻ്റെ ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് അത് ഞാനൊന്ന് ചേഞ്ച് ചെയ്തു. കാരണം അത് വേണേൽ അവർ ലെയ്ത്തി കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഓടിക്കാൻ കുറച്ചും കൂടി ഒരു കംഫർട്ട് അത് തന്നെ ആയിരിക്കും, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി ഇമ്പ്രൂവ് ആകാനുള്ളൊരു സംഭവം ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട് വണ്ടിയിൽ. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഹ്യുണ്ടായിയുടെ ഇത് നമ്മുടെ സാൻഡ്രോസിങ്, അത് ഒരു സമയത്ത് എന്താ പറയുന്നത് ലാൻസറിന്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞു അത്രയും പെർഫെക്റ്റ്ലി ഇതായിരുന്നു ബ്രേക്കിംഗ് ഉണ്ടായിരുന്നത്. അപ്പം ഹ്യുണ്ടൈൻ്റെ തന്നെ ഒരു സബ് ബ്രാൻഡ് അല്ല, അവർ അക്വയർ ചെയ്ത ബ്രാൻഡാണ് എങ്കിലും ഇപ്പോഴത്തെ മറ്റ് ഹ്യുണ്ടൈ വണ്ടികൾ കുറച്ചും കൂടെ നല്ല ബ്രേക്കിംഗ് തോന്നിയിട്ടുണ്ട്. എൻ്റെ ബ്രസയ്ക്ക് ഇതിനേക്കാൾ എത്രയോ നല്ല ബ്രേക്കിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. വ്യത്യാസമുണ്ട്. ഇത് ബ്രേക്ക് മോശം എന്നല്ല, പക്ഷെ എങ്കിലും ഇംപ്രൂവ് ആവാനുള്ള ഒരു ഇതുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. പുതിയ സോണറ്റ് ഓടിച്ചില്ല, ഇല്ല അത് ഓടിച്ചിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വണ്ടീൻ്റെ ഒരു ഇതിനകത്ത് ആസ്പെക്റ്റിൽ ഞാൻ പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. അതായത് കിയ സോണറ്റിന്റെ ഒരു ലോങ് ടേം റിവ്യൂ ആണ്. ഏകദേശം 4 years ആയ 60,000 kilometers ആയ വണ്ടിയാണ്. അപ്പോൾ അതിലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, അവസാനത്തെ 20 ഞാൻ ഓടിച്ചില്ല. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത കാരണം തന്നെ അവസാനത്തെ 22,000 ഞാൻ ഓടിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് ഓണർ ആണ്, നന്നായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു വണ്ടി. എനിക്ക് എല്ലാം ചെയ്ത് സർവീസസ് എല്ലാം ചെയ്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു വണ്ടി. അപ്പൊ എനിക്ക് അതിനകത്ത് ഇപ്പം പറഞ്ഞ പോലെ ഒന്നും ചെക്ക് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു, എടുക്കാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡിസൈനെ പറ്റി നമ്മൾ തുടക്കത്തിലാണ് ചോദിക്കാറ്, എങ്കിലും അതിനുശേഷം നമ്മൾ ചോദിക്കാം ഡിസൈനെ പറ്റിയുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഇഷ്ടപ്പെട്ടോ ശരിക്കും? തീർച്ചയായിട്ടും. ആദ്യം എനിക്ക് ഈ ഒരു പാട്ട് എനിക്ക് ഇതൊരു പഴയ പല വണ്ടികളിൽ നമ്മൾ കണ്ടൊരു ഡിസൈൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു കുറച്ചൊരു ഇതല്ല എന്നുള്ളത്. പക്ഷെ ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ ഒരു തോന്നലുണ്ട്. പക്ഷെ അത് ഒരു ലോങ് ടേമിലേക്ക് ഞാനത് കുറച്ചും കൂടെ യുണീക്ക് ആയിട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത്. മറ്റു ഒരു വണ്ടിക്കും ഇല്ലാത്തൊരു സംഭവം ഭയങ്കര യുണീക്ക് ആയിട്ട് വണ്ടിനെ ഡിഫൈൻ ചെയ്യുന്ന പോലെ എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ള ഈ സംഭവം. ഇഗ്നസിന്റെ ബോഡി പാർട്ട് തന്നെ ചെരിച്ച് അങ്ങോട്ടാണ് ഉള്ളത്. അത് പിന്നെ അതിനകത്ത് ഇല്ല. പിന്നെ ഡിസൈൻ ഓവറോൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ക്യാരക്ടർ ഉള്ള വണ്ടിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത്. ഇപ്പം ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാം. ഒരു മേ ബി ഇറ്റ് ക്യാൻ ബി ആൻ ആനിമൽ, അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കുള്ള. ഇപ്പം റിസർച്ച് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടേം അത്. ഒരു വണ്ടി നമ്മൾ കാണിച്ചിട്ട് ഇതിനൊരു മൃഗമാക്കി മാറ്റണമെങ്കിൽ ഏത് മൃഗമായിരിക്കും എന്നുള്ളത്. അപ്പം ഇതിന് ഈ പറയുന്ന പോലെ ക്ലിയർ ആയിട്ടൊരു ഒരു പേഴ്സണാലിറ്റി ഉള്ള ഡിസൈൻ ഉള്ളതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഫ്രണ്ടിൽ ഒരു പേഴ്സണാലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഈ കാര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചില സോണറ്റ്സിന് ടയർ അപ്സൈസ് ചെയ്തിട്ട് ചിലര് ക്രോസ് ബാറോടെ വെച്ചിട്ട് ഒരു വരവുണ്ട്, അത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ലൊരു ലുക്ക്, ഭയങ്കര രസമാണ്. ക്രോസ് ബാർ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്, പക്ഷെ ക്രോസ് ബാറിന്റെ ഒരു ചെറിയ പ്രശ്നം വിൻഡ് ഭയങ്കര സൗണ്ട് വരും ചിലപ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് നമ്മൾ ലോങ് ഒരുപാട് ഉപയോഗിക്കുന്ന കാരണം. ക്രോസ് ബാർ ഇല്ലെങ്കിൽ പോലും ടയർ അപ്സൈസിൽ വണ്ടിയുടെ ക്യാരക്ടർ നല്ലതായിട്ട് മാറും. മീൻസ്
ഇതൊരു കോമ്പാക്ട് എസ് യു വി ആണെന്ന് ദൂരെ നിന്ന് മനസ്സിലാവില്ല, അടുത്ത് വരുമ്പോഴാണ് ഓക്കെ സോണറ്റ്. അതെ 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 ഒരു കുറച്ചുകൂടെ ബിഗർ സൈസ് തോന്നും. ഫ്രണ്ടൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുന്നതിന് എടുത്ത് നിൽക്കും വണ്ടി. ഇപ്പം നമ്മൾ ഇപ്പം സോണറ്റൊക്കെ ബാക്കിൽ ഇപ്പം നമ്മൾ റിയർ വീലൊക്കെ കാണുമ്പോൾ ആ ലൈറ്റ്സ് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് കറക്റ്റായിട്ട് വണ്ടിയുടെ ഫ്രണ്ട് എടുത്ത് നിൽക്കും, ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് ആ പ്രസൻസ് തോന്നിക്കും എപ്പോഴും. ലേറ്റസ്റ്റ് മോഡലിനെ പറ്റി എന്താ? ടു മച്ച് എന്നേ ഞാൻ പറയുള്ളൂ. ആ ഒരു കേർവി ആയിട്ട് അല്ല, താഴേക്ക് ഇത് ചെയ്യുന്ന DRL ഒക്കെ ഒഴിവാക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇറ്റ്സ് ടു മച്ച് ടു സീ. അതിനേക്കാളും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് ബാക്കിൽ ആണെങ്കിൽ ആ ഒരു ഡിസൈൻ എക്സ്ട്രാ പോലെ ചെയ്ത പോലെ എനിക്ക് തോന്നി. എല്ലാം നിൽക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ ഇതിന്റെ കണക്റ്റഡ് ടെയിൽ ലാമ്പ് ഒക്കെയാണോ? കണക്റ്റഡ് ടെയിൽ ലാമ്പ് ഇത് ആക്ച്വലി ഇതിന് വരുന്നില്ലായിരുന്നു, ഇത് എക്സ്ട്രാ ചെയ്യിച്ചയാണ്. ഡമ്മിയാണ്? അല്ല, ഇതിപ്പം ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ട്, ഇത് എക്സ്ട്രാ ചെയ്യിച്ചയാണ്. പക്ഷെ അല്ലെങ്കിൽ ഡമ്മിയാണ് വരുന്നത് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര കോമ്പാക്റ്റ് ആണ് എപ്പോഴും, അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ഡ്രൈവിലൊക്കെ ഇതിപ്പോൾ നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ഘാട്ടിൻ്റെ ഉള്ള അല്ലെങ്കിൽ ചെറിയ നല്ല റോഡുകളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്ത് വേറെ വണ്ടീൻ്റെ ഉള്ളിൽ കയറണം, ഒരു ഹാച്ച് പോകുന്ന പോലെ പറ്റും. കയറി വണ്ടി ഇങ്ങനെ നമുക്കിങ്ങനെ വെട്ടിച്ച് കയറി ഉള്ളിലേക്ക് കയറി നിൽക്കാൻ പറ്റും വണ്ടി എപ്പോഴും. നമുക്കൊരു ടെൻഷൻ ഇല്ല, കാരണം ബാക്ക് ഉള്ളിൽ കയറി വരില്ല എന്നുള്ളത്. ആ ഒരു പ്രശ്നം ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പ്രത്യേകിച്ച് കമ്പയർ ചെയ്യുന്നത്, ഞാൻ ഞങ്ങൾ സ്പിതി വാലി പോയപ്പോൾ താറും കൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത്. താറിന്റെ ഡീസൽ മാനുവൽ, അതിന്റെ ആ ഒരു 4x4, പക്ഷെ അത് കുറച്ച് ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. സ്നോയിലൊക്കെ ഓടിച്ചിട്ട് അതിന്റെ ആവശ്യം യൂസ് ചെയ്തിട്ടും 4x4 വലിയ ആവശ്യമില്ല വന്നില്ല. അവിടെ നെക്സോണും ഇതുപോലത്തെ ചെറിയ വണ്ടികളൊക്കെ കയറി പോകുന്നത്. അവിടുത്തെ പുലികൾ എന്ന് പറയുന്നത് മാരുതി തന്നെയാണ്, 800ഉം. അപ്പൊ മഞ്ഞിലൊക്കെ അവര് 800ലൊക്കെ പാഞ്ഞം കയറി. അത് തന്നെ, അത് ഒരു ഇത് ഡൗട്ടും ഇല്ല. പക്ഷെ അതിനകത്ത് ഞാൻ കണ്ട താറിന്റെ അഡ്വാൻറ്റേജ്, കാരണം സ്കോർപ്പിയോയുടെ സെയിം എഞ്ചിനാണ് ഈ പറയുന്നത്. പക്ഷെ സ്കോർപ്പിയോ നമുക്ക് അത്രയും പെപ്പി ആയിട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല. വണ്ടി ഒന്ന് ഒലഞ്ഞ് ഉള്ളിൽ കയറുമെന്നുള്ള സംശയമുണ്ട്. പക്ഷെ താറ് ഭയങ്കര ചെറുതാണെങ്കിൽ കയറി പോകും വണ്ടി. അതേപോലെ എനിക്ക് ഇതിനകത്ത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രയും വണ്ടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ചെറിയ ഇതിനകത്ത് കയറി പോകുമ്പോൾ ഓവർ ബൾജിങ് ഇല്ല ഇതിന്റെ പുറത്തേക്ക്. നെക്സോണിലുണ്ടായിരുന്ന ഒരു പ്രശ്നം അതാണ്. വണ്ടി സെയിം സൈസാണ്, പക്ഷെ നെക്സോണിന്റെ ഹാരിയറിന്റെയും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വീൽ ആർച്ചസ് ഭയങ്കര ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ്. അവിടെ തട്ടുമോ എന്നുള്ളൊരു കൺസേൺ. തട്ടില്ല, പക്ഷെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ചെറിയ വഴികളിൽ കയറി പോകുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു സംഭവം. ഇതുപോലെ നെക്സോൺ ലേഡീസിന് കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ള ഒരു വണ്ടിയാണ്. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഒബ്വിയസ്ലി എല്ലാവരെയും അല്ല. പക്ഷേ എങ്കിലും എക്സ്പെർട്ട് ഡ്രൈവേഴ്സിനല്ല ഞാൻ പറയുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ്, കാരണം വണ്ടിൻ്റെ ഇപ്പം എനിക്ക് പോലും ഹാരിയർ ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചെറിയ വഴിയിൽ കയറുമ്പോഴത്തേനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഫ്രണ്ട് തട്ടുമോ, ആ ബൾജിങ് എവിടെ പോയിട്ട് അറിയോ, ഒരയില്ല. പക്ഷെ എന്നാലും നമ്മളൊരു 2 സെക്കൻഡ് ഡൗട്ട് ചെയ്യും അതിൻ്റെ ഉള്ളിൽ. അത് ഇതിനില്ല, നെക്സോണിനില്ല, ബ്രസയ്ക്കും അതില്ല. പക്ഷെ ബ്രസയ്ക്കും സോണറ്റിനും അത് ഉണ്ടായിട്ടില്ല. പക്ഷെ നെക്സോൺ എനിക്ക് പലപ്പോഴും തോന്നിയുള്ള സംഭവം അത് ഒരയോ എന്നുള്ളത്. അതാണ് ഡിസൈൻ, കോമ്പാക്ട് ആണ് ഡിസൈൻ. കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് വണ്ടി അത്ര ആസ്വദിച്ച് ഓടിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കോമ്പാക്ട്നെസ്സിന്റെ ഒരു കാര്യം ചോദിക്കാം ബ്രോക്ക്. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഹൈറ്റ് മനസ്സിലാകുന്നത്, ഈ ഒരു ഹൈറ്റ് ഈ കോമ്പാക്ട് ഫീലിനെ അഫക്ട് ചെയ്യുന്നുണ്ടോ? 6 ഫീറ്റ് ഉണ്ടോ? 6 ഇല്ല, 5.9 ആണ് ഞാനുള്ളത്. ജസ്റ്റ് 6 തൊട്ട് താഴെ. പക്ഷേ ഞാൻ ഇതിനെ സീറ്റ് ഏറ്റവും പോക്കിയിട്ട് ഓടിക്കുന്നത്, കാരണം SUV ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഇത് കിട്ടണം. എനിക്ക് എന്നെ എനിക്ക് റോഡ് കണ്ടോടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാൻ മിക്കവാറും പൊക്കിയിട്ട എങ്കിൽ പോലും എനിക്കൊരു ഡീസൻറ്റ് സ്പേസ് ഉണ്ട് മുകളിൽ. എനിക്ക് ഒരിക്കലും അങ്ങനെ കുറവായിട്ട് തോന്നിയിട്ടില്ല. റിയറിലും മോശം പറയാനൊന്നുമില്ല, എനിക്ക് ഇരിക്കാം ഉണ്ട്. ലെഗ് റൂം ഇപ്പം ഞാൻ മുന്നിലിരുന്ന് എൻ്റെ അതിനകത്ത് തന്നെ ഞാൻ സീറ്റ് ഒരു നന്നായിട്ട് പുറകോട്ടിട്ടിരുന്ന് ഇത് ഓടിക്കുന്ന ആൾ, കുറച്ച് റിലാക്സ് ചെയ്ത് ഓടിക്കുന്ന ആൾ. അപ്പോൾ അതിനകത്ത് ഞാൻ പുറകിലിരിക്കുകയാണെങ്കിൽ ഇത്തിരി കുറവാണ് സ്പേസ്. കമ്പയർ ചെയ്യുന്നത് മേ ബി ഇക്കോസ്പോർട്ട് അല്ലെങ്കിൽ ബ്രസയൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വലുതാണ് ഉള്ളിൽ. സോണറ്റിനും ബ്രസ കമ്പാരിറ്റീവ്ലി വലുതാണോ? ഉള്ളിൽ ലെഗ് റൂം കുറച്ചും കൂടെ കിട്ടും. ഉണ്ടോ? ലെഗ് റൂം കുറച്ചും കൂടെ വളരെ, അതായത് ഞാനിരുന്നു എനിക്ക് അവിടെ തന്നെ കയറി ഇരിക്കാനുള്ള ഒരു സ്പേസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബ്രസയിൽ. അത് വെന്യൂലും സോണിലും കുറച്ച് കുറവാണ്. പക്ഷെ അതിന് പുറകിൽ അങ്ങനെ കുറവും അതിന് മോശം എന്നുള്ള അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. സഫീഷ്യൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഇപ്പം XUV300 ആണല്ലോ ഇതിനകത്ത് ഏറ്റവും ചെറിയ ഇത് പറയുന്നത്. അപ്പം അതും അതിൻ്റെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഒക്കെ ബ്രസ ഇത് നെക്സോൺ എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ഇതിനകത്താണ്. പിന്നെ ഡിസൈൻ്റെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എപ്പോഴും എനിക്ക് തോന്നുന്ന സംഭവമാണ്, ഇതിനകത്ത് ഒരുപാട് ക്രോം ഉണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ. ക്രോം ഫിനിഷസ് അല്ല സിൽവർ ഫിനിഷസ്. റെയിൻ ഗാർഡിൽ അതെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു മേ ബി. ഇതൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ അത് കൊറിയൻ ഒരു എന്താ പറയുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വണ്ടികൾക്ക്. ജാപ്പനീസ് ടൊയോട്ട അല്ലെങ്കിൽ കൊറിയൻ വണ്ടികൾ നമ്മൾ കാണുന്നത് തീർച്ചയായും അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കുറച്ചും കൂടെ വണ്ടി ഒന്ന് അലൈസ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ?
ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്നേ പറയുള്ളൂ. എനിക്ക് ബ്ലാക്ക് ആയിരുന്നു എനിക്ക് ഇഷ്ടം, ചെയ്താലോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം എന്തായാലും തൊടുന്നില്ല. ഇത് ഡയമണ്ട് കട്ട് അല്ലേ? ഇത് ഡയമണ്ട് കട്ട് ലെവല. എനിക്ക് ഡയമണ്ട് കട്ടിന്റെ ഒരു ഫാൻ അല്ല ഞാൻ. അല്ല, കുറച്ചും കൂടെ സ്പോട്ടി ആണോന്ന് ചോദിച്ചാണ്, പക്ഷെ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും. സോ അതൊക്കെ ആയിരുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തു. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കട്ടെ. അതൊക്കെ തന്നെ വീഡിയോയിലേക്ക് എത്തുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തുന്നതാണ്. ഓക്കെ. അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ ഒരു സമ്മറി പറയുകയാണെങ്കിൽ ഒരു ഹ്യുണ്ടയുടെ ഈ 1.5 ലിറ്റർ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ എന്തുമാത്രം റിലയബിലിറ്റി ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർസ് നോക്കുന്നവർക്ക് ഇങ്ങനത്തെ ഈ ഒരു 1.5 ഡീസൽ നോക്കി മേടിക്കാൻ ധൈര്യമായിട്ട് പറ്റുമോ, ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അത്യാവശ്യം ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു സജഷൻ കൊടുക്കാൻ എന്താണുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഡീസലിനകത്ത് ഇപ്പം നമുക്ക് പൊതുവെ ഓപ്ഷൻസും കൂടെ കുറവായതുകൊണ്ട് 3 ഓപ്ഷനേ ഉള്ളൂ. നെക്സോൺ, 3XO, പിന്നെ ഹ്യുണ്ടൈൻ്റെ ഈ എഞ്ചിൻ മാത്രമല്ല കിയയുടെ. ഓട്ടോമാറ്റിക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 100% ഞാൻ ഇതിനകത്തേക്ക് തന്നെ വന്നു, 100%. കാരണം എൻ്റെ ഒരു ഇതിനകത്ത്, കാരണം സേഫ്റ്റി എന്ന് പറയുന്നത് ഡ്രൈവറാണ് ശരിക്കും വണ്ടിയുടെ സേഫ്റ്റി തീരുമാനിക്കുന്നത്. നമ്മൾ ഇപ്പം ടാറ്റ പറയുന്ന ഒരുപാട് സേഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി വെക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്താ കാര്യം, വണ്ടി ഓടണമല്ലോ, റോഡിൽ കിടന്നിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പം ഞാൻ ഒബ്വിയസ്ലി സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഇതിൻ്റെ ഒരു റിലയബിലിറ്റി ആണെങ്കിലും ബാക്കി കാര്യങ്ങളും. ഇപ്പം ഹ്യുണ്ടൈനകത്ത് ഈ പറയുന്ന പോലെ ഡീസൽ മാനുവലേ ഉള്ളൂ, പക്ഷെ അതാണെങ്കിലും എൻജിൻ ഗിയർ ബോക്സിൻ്റെ സംഭവങ്ങളിലൊക്കെ ഒരുപാട് റിലയബിൾ ആണ്. ഇൻഫാക്ട് എനിക്കൊന്ന് ഹ്യുണ്ടൈ ആണ് ടാറ്റയ്ക്കും ഒക്കെ അവർ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് കൊടുത്തുകൊണ്ടിരുന്നത്, ഹാരിയറിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെതായ ഇതുണ്ട്, മോശം ബെറ്റർ ആയതുകൊണ്ടാണല്ലോ അതെ പലരും എടുക്കുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും അത് ഒരു നെഗറ്റീവ് പറയാനില്ല. ഞാൻ പറഞ്ഞില്ല, ഡ്രൈവിൻ്റെ സംഭവങ്ങൾ, ബ്രേക്കിംഗ് സംഭവങ്ങൾ എന്ന് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോഡ്ലി എല്ലാം. ഇപ്പോൾ ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിലും കുറച്ച് ഓടിയ കിലോമീറ്റർ, ഒരു 50-60 ഒക്കെ ഓടിയ വണ്ടികളാണെങ്കിലും എടുക്കാൻ ധൈര്യമായിട്ട് എടുക്കാം. നല്ലൊരു നന്നായിട്ട് വണ്ടി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുപോവുക. വണ്ടിക്ക് വേറെ തട്ടുമുട്ട് സംഭവങ്ങളൊന്നുമില്ല, അടിയിൽ ബെൻഡ് സംഭവങ്ങളൊന്നും ഇല്ല നോക്കുക. എഞ്ചിൻ ഗിയർ ബോക്സ് എല്ലാം ഇൻടാക്ട് അല്ല നോക്കുക. പിന്നെ ഈ പറഞ്ഞ ഫ്ലഡിലൊന്നും പെട്ടിട്ടില്ല നോക്കുക. കാരണം പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഒരുപാട് സെൻസർ ഉള്ള കാരണം ഒരു പ്രാവശ്യം വണ്ടിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ വണ്ടി കഴിഞ്ഞു. പിന്നെ ആ വണ്ടി ഉപയോഗിക്കുന്നത് തീരെ റിലയബിൾ, വയറിംഗ് കിറ്റൊക്കെ മാറി എന്ന് പറഞ്ഞാലും. പക്ഷെ അങ്ങനെ സംഭവങ്ങൾ നോക്കുക, പിന്നെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എൻ്റെ ഒരു ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു സംഭവമാണ്, എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് തീർച്ചയായിട്ടും. ഏതായാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ നന്ദി, നല്ലൊരു എക്സ്പീരിയൻസ് തന്നതിൽ. വളരെ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നിർത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് അത്രയും മാക്സിമം വിളിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ഒരു വണ്ടിപ്രാന്തനാണെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. walkwithnf@gmail.com നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.